ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ശബ്ദത്തിന് ഇമേജസ് ഉണ്ട്. എല്ലാ ശബ്ദവും നാദത്തിലുണ്ടെന്ന് നമശിവായ പൊരുൾ നാമം നിറഞ്ഞെന്ന് നാടുപാമ്പേ എന്നാണ് നമ്മുടെ ഗുരുവരനായിരിക്കും ശ്രീനാരായണ ഗുരു പറഞ്ഞത്. അപ്പം നാദം എന്ന് പറയുന്ന ശബ്ദബ്രഹ്മേതി എന്നാണ് പറയുന്നത്. പരമോ അക്ഷരം പരമോ ബ്രഹ്മ. അങ്ങനെ ആലോചിക്കുമ്പോൾ അനേക ദുഷിച്ച ശബ്ദങ്ങളും ഭീകര ശബ്ദങ്ങളും അഹിതമായ ശബ്ദങ്ങളും കേട്ടിട്ട് ദുഷിച്ചിരിക്കുകയാണ് മനുഷ്യ മനസ്സ്. ആ ബ്രെയിനിൻ്റെ പ്രവർത്തനം നമുക്കറിയില്ല എങ്ങനെ ഇത് നമ്മളെ അഫക്റ്റ് ചെയ്യും എന്നുള്ളത്. ആ ദുഷിച്ച മനസ്സിനെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് പുരാണ പാരായണം കൊണ്ട് അല്ലെങ്കിൽ ഭാഗവത ശ്രവണം, രാമായണ ശ്രവണം, ഗീതാ ശ്രവണം കൊണ്ട് കിട്ടുന്നത്. ശ്രവണം എന്ന് പറഞ്ഞാൽ ഏറ്റവും ബ്രെയിനിലേക്ക് നേരെ പോകുമല്ലേ. മറിച്ച് ദുഷ്യശബ്ദങ്ങൾ കേൾക്കുമ്പോഴും മൊബൈൽ ചെവി വെച്ചിട്ടേക്കും നേരെ ബ്രെയിനിലേക്ക് പോകുമല്ലേ. അത് വലിയ വിഷയമാണ്, ഞാൻ അങ്ങോട്ട് എടുക്കുന്നില്ല. അപ്പം രാഗാദി ദോഷരഹിതമായിട്ട് നമ്മുടെ മനസ്സിനെ ഇരുത്തണം. അത് പറയേണ്ടവർ പറയാത്തതുകൊണ്ടാണ് അമ്മയെ പോലുള്ള ഒരു സന്യാസി ഇറങ്ങിയെന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടെ നിങ്ങളോട് തുടക്കത്തിലേ പറയാം. എല്ലാവരും ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളവരായില്ലേ, ഇല്ലാത്തവരാരും ഇല്ല, ഇരിക്കട്ടെ, വളരെ നല്ലത്. രോഗം വരുന്നതിന് മുമ്പ് തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് അങ്ങ് നടത്തുക. ഇവിടെ പറയുന്നത് എന്താണെന്നറിയാമോ, ഈ ഹെൽത്ത് ഇൻഷുറൻസിനേക്കാളും വലിയൊരു കാര്യമുണ്ട്. അത് നമ്മളുടെ ആചാര്യന്മാരാണ് നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നത്. ആ ഇൻഷുറൻസ് എന്താന്ന് പറഞ്ഞാൽ, ആ മരുന്ന് എന്താന്ന് പറഞ്ഞാൽ ഇന്നത്തെ പുതിയ ക്യാപ്സ്യൂൾ പരുവത്തിനൊന്നും അല്ല. അതങ്ങോട്ട് ഞാൻ ഓപ്പണായിട്ട് പറയാം, കേട്ടിട്ട് ഞാൻ നമ്പരിടും. ഡോക്ടർമാർക്കോ PhD-കാർക്കോ പബ്ലിക്കിന് ആർക്ക് വേണമെങ്കിലും നമ്മുടെ സംശയം ചോദിക്കാം. ഞാൻ അറിഞ്ഞു വെച്ചത് ഞാൻ പറഞ്ഞു തരാം. അതായത് അഹിംസ, അക്രോധം. ഏറ്റവും വലിയ രസായനം എന്തെന്ന് മഹർഷിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അഹിംസ, അക്രോധം. ഇത് നിങ്ങൾക്കുണ്ടോ? ഒരാളോടൊരു പക തോന്നിയാൽ എങ്ങനെയാണേലും ഉറങ്ങാൻ കിടക്കുമ്പോഴും ആ റിവെഞ്ച് അവിടെ കിടക്കും. മഹർഷിമാർ പറഞ്ഞാലൊന്നും നമ്മൾ കേൾക്കില്ല, ഗുരുക്കന്മാരും. അതാണ് വർദ്ധിച്ച് നമുക്ക് സ്ട്രെസ്സായി പിന്നെ എന്തൊക്കെയാണ് ആകുന്നത്, പ്രഷർ കൂടുന്നു, എന്തൊക്കെയാണ് വരുന്നത്. ഒരാളിനോടുള്ള നമുക്കറിയാതെ ഉണ്ടാകുന്ന വൈരാഗ്യം, റിവെഞ്ച് എന്ന് വേണം പറയാൻ. അഹിംസ പരമോ മത എന്നാണ് വേദവ്യാസ ഭഗവാൻ പറഞ്ഞ് ഈ 18 പുരാണങ്ങൾ എഴുതിയ ആൾ. അതിവിടെ ഇല്ലല്ലോ, ഇന്ന് ഇല്ലല്ലോ. എല്ലാവരോടും നമുക്ക് പകയും പ്രതി. മക്കളോട് തോന്നും, നമ്മുടെ കാര്യസാധ്യം നടന്നില്ലെങ്കിൽ എല്ലാവരോടും തോന്നും, അതുവരെ ഇണങ്ങിയിരിക്കുന്ന ഫ്രണ്ട്സിനോട് തോന്നും. അപ്പോൾ അഹിംസയില്ല. അപ്പോൾ അഹിംസ ഇല്ലാത്ത ശൗചം, ദയ, ദാനം ഒന്നുമില്ല. അഹിംസ ഇല്ലാത്ത കലിയുഗത്തിൽ അക്രോധം. എന്തുകൊണ്ട് ആ മുഹൂർത്തത്തിൽ എന്നോട് അങ്ങനെ കയർത്തു ഭർത്താവ്, അല്ലെങ്കിൽ ഭാര്യ, അല്ലെങ്കിൽ കൂട്ടുകാർ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹം? എങ്ങനെയാണ് ആ ആളെ, എന്തുകൊണ്ട്? അതൊരു സാഹചര്യം കൊണ്ടായിരിക്കാം. അക്രോധം. നമ്മളവിടെ ക്രോധിക്കാതിരിക്കുക. അയാളുടെ സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അഹിംസയില്ല, അക്രോധം, ഇത് രണ്ടുമാണ് ഏറ്റവും വലിയ രസായനം. ഈ രസായനം നിങ്ങളുടെ കയ്യിലില്ല, ആരുടെയിലും ഇല്ല, ഒരുപക്ഷെ എൻ്റെയിലും ഇല്ല. അപ്പോൾ ആയുർവേദത്തിൻ്റെ പരമപ്രധാനമായ ടോപ്പ് മോസ്റ്റ് സീക്രട്ട് നമ്മൾ പറയത്തില്ലേ, സീക്രട്ട് കോഡ്, അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതിനെ തുടർന്നാണ് പിന്നെ മഹർഷീശ്വരന്മാർ ഈ ബോഡിയുടെ ബോഡി നിലനിർത്തേണ്ട കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഞാൻ ഈ ചെയ്യാൻ പോണത് കർക്കിടക 1-ന് തുടങ്ങുന്ന ആ ഒരു സംരംഭം. അപ്പം ഞങ്ങളുടെ വീട്ടിലിരുന്ന് വായിച്ചാൽ പോരെയെന്ന് ചോദിച്ചാൽ പോരാ. നിത്യനിദാനമായിട്ട് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഗുരുമുഖത്തു നിന്ന്, മുഖം ഗുരുവിൻ്റെ അതരങ്ങളിൽ നിന്ന് കിട്ടണമെന്നാണ്. പണ്ട് അങ്ങനെയാണ്, ഉപസ്ഥിതം, ഉപനിഷത്ത്. നിങ്ങൾക്ക് അവിടം വരെ, ഞാൻ ചിങ്ങോലിയിലാണ് ഇരിക്കുന്നത്, നിങ്ങൾക്ക് അവിടം വരെ വരാം. അല്ലാതെ ഇത് ഫോണിലൂടെ പറയേണ്ട കാര്യങ്ങളല്ല, യൂട്യൂബിലൂടെ പറയേണ്ട കാര്യമല്ല. ആ രഹസ്യം ഞാനിപ്പോൾ പറയത്തില്ല. ഇതിൻ്റെ ഏത് ഭാഗം വായിച്ചാൽ നമുക്ക് കുടുംബജീവിതം രക്ഷപ്പെടാം, പിന്നെ ഏത് ഭാഗം വായിച്ചാൽ വിജയപ്രദമാകാം, ഏതേത് സ്തുതികൾ വേണം, ഇത്രയും കാര്യം നിങ്ങൾ എന്നെ ഫോൺ ചെയ്യുക, സമീപിക്കുക, ഞാനത് പറഞ്ഞുതരാം. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത ഘട്ടം കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. ഹരേ രാം രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായണമൊക്കെ വാങ്ങിക്കാൻ പെട്ടെന്ന് അമ്മ രമാദേവി പറഞ്ഞല്ലോ, നമുക്കിതെല്ലാം കുറച്ച് പാരായണമൊക്കെ തുടങ്ങാമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കാര്യമില്ല. മനുഷ്യ ജീവിതം, നമ്മുടെ ഒരു ഗൃഹസ്ഥനാണ് ഏറ്റവും ധന്യാത്മാവ്. ഒരിക്കലും അപകർഷതാഭാവത്തോടെ ഗൃഹസ്ഥനെ കാണണ്ട. കലിയുഗത്തിൽ സന്യാസം ക്ലേശകരമാണെന്ന് വ്യാസൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൃഹസ്ഥ സന്യാസം, ചതുരാശ്രമ വ്യവസ്ഥയിൽ വാനപ്രസ്ഥം കഴിഞ്ഞ് കുട്ടികളെല്ലാം മാറിക്കഴിഞ്ഞിട്ട് പിന്നെ സന്യാസത്തിലേക്ക് പോകുന്നതാണ്. അങ്ങനെ ആരും പോകുന്നില്ല, പിന്നെയും അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഇതിനകത്തെ ഒരു പ്രോസസ്സുണ്ട്, ഒരു ക്രമമുണ്ട്, എങ്ങനെ ജീവിക്കണമെന്നുള്ളത്. അത് നമ്മൾ ചെയ്യുന്നില്ല.
അതായത് ബ്രഹ്മയജ്ഞം, ദേവയജ്ഞം, പിതൃയജ്ഞം, നൃയജ്ഞം, ഭൂതയജ്ഞം. മനസ്സിലായോ? ബ്രഹ്മയജ്ഞം, ദേവയജ്ഞം, പിതൃയജ്ഞം, നൃയജ്ഞം, ഭൂതയജ്ഞം. ഒരു ഗൃഹസ്ഥൻ കുടുംബം സ്ഥാപിച്ചാൽ, ഭാര്യ ഭർത്താക്കന്മാരായി വിവാഹം കഴിഞ്ഞ് അവർ വീടെടുത്ത് താമസിക്കുക, അല്ലെ കുടുംബത്തിലേക്ക് വധു വന്ന് പ്രവേശിച്ച് ജീവിക്കുക. അതുവരെ ആ വീട്ടിലെ മകനായിട്ടിരുന്ന ആൾ പിന്നെ ഭർത്താവാകുകയാണ്. ആ ഗൃഹസ്ഥൻ എങ്ങനെ ജീവിക്കണമെന്ന് നമ്മുടെ ആചാര്യന്മാർ, ഋഷീശ്വരന്മാർ പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബിൽ കാണുന്ന ആചാര്യന്മാരെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പൗരാണിക ഭാരതീയ ഋഷി വസിഷ്ഠ മഹർഷി, അതേമാതിരി നമുക്കുള്ള വിശ്വാമിത്ര മഹർഷി, മൈത്രേയ മഹർഷി, അങ്ങനെ നമ്മുടെ ആദി മഹർഷിമാർ, തിരുമൂലർ, സിദ്ധന്മാർ, പ്രഭാകര സിദ്ധിയോഗി, ഇവരെല്ലാം പറഞ്ഞിരിക്കുന്ന ഒരേ കാര്യം തന്നെയാണ്. പഞ്ചയജ്ഞ പ്രധാനമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം. രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ നമ്മൾ മുറ്റത്ത് കിടക്കുന്ന പത്രം എടുത്ത് വായിച്ചിട്ട് പിന്നെ ബെഡ് കാഫി കുടിച്ചിട്ട് പിന്നെ നമ്മൾ വിളിക്കേണ്ടവരെയെല്ലാം വിളിച്ച് മൊബൈലിൽ എന്തെല്ലാം ക്രൂര പ്രവർത്തികളൊക്കെ നടന്നിട്ടുണ്ട് തലേ ദിവസം, രാഷ്ട്രീയം, സാമൂഹ്യം, ഇതെല്ലാം കണ്ടിട്ട് എങ്ങനെയെങ്കിലും വാരി വലിച്ച് കുളിച്ച് തൊഴിലിന് പോകുന്നതല്ല. വളരെ തെറ്റാണ് ഈ ജീവിതചര്യ. കാരണം നമ്മൾക്കൊരു ബന്ധമില്ലാത്ത രാഷ്ട്രീയം, നമ്മുടെ രാഷ്ട്രീയം അല്ലെന്ന് വെച്ചു, അവിടെ എന്തൊക്കെ എതിർകക്ഷികൾ പറഞ്ഞിരിക്കുന്നു അതെല്ലാം ഈ മൊബൈലിൽ കാണുന്ന ചാറ്റിങ് മുഴുവനും കേട്ടിട്ട് തലയങ്ങ് നിറയുകയാണ്. എല്ലാം നിറഞ്ഞു. രാവിലെ 9 മണിയാകുമ്പോഴേ തന്നെ ലോകം എങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നലെ രാത്രിക്ക് ശേഷം എന്നുള്ള എല്ലാം കിട്ടിക്കഴിഞ്ഞു. അറിയാതെ മനസ്സ് ഭാരപ്പെടുന്നു. അപ്പോൾ രാവിലെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബ്രഹ്മ സ്വഭാവത്തിലിരിക്കുക. അതായത് ബ്രഹ്മർഷികളായിരിക്കുന്ന ഋഷീശ്വരന്മാരുടെ ഏതെങ്കിലും ഒരു, നമ്മൾ ശൗചാദികൾ കഴിഞ്ഞ് സ്നാനം കഴിഞ്ഞ് പെട്ടെന്ന് വന്നിട്ട് നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്നത് ഒരു അഗ്നിഹോമമാണ്. അതാണ് ദേവയജ്ഞം. ആ അഗ്നിഹോമത്തിൽ നമ്മൾ പുരുഷ സൂക്തം കൊണ്ട് ഹോമിക്കണമെന്നാണ് രാമായണത്തിൽ പറയുന്നത്. പുരുഷ സൂക്തത്താൽ ഹവിസിട്ട് എന്നെ യജിക്കാനാണ് ഭഗവാൻ പറയുന്നത്. ഏതെങ്കിലും ഒരു വീട്ടിൽ വർഷത്തിലൊരിക്കലെങ്കിലും ഒരു ഗണപതി ഹോമം ഉണ്ടെങ്കിൽ പോട്ടെ എന്ന് നോക്കാം. ഒരു ഹിന്ദു എന്ന് പറഞ്ഞങ്ങ് ആർത്തലയ്ക്കുക നമ്മൾ. ഹൈന്ദവ സംസ്കാരം ഒന്ന് എത്ര ഹൈന്ദവ ഭവനങ്ങളെടുക്കുക. ആ ഏതെങ്കിലും ഒരു വീട്ടിൽ അഗ്നികോണം ഉണ്ടോ? അവിടെ അഗ്നിക്കൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ടോ? വിവാഹം കഴിക്കുമ്പോൾ കൈപിടിച്ചൊരു വിളക്കിൻ്റെ ചുറ്റും പോകുന്നേ ഉള്ളൂ. യഥാർത്ഥ വിവാഹം അഗ്നിഹോമത്തോടു കൂടിയാണ് അഗ്നിക്ക് വലം വയ്ക്കുന്നത് നമ്മുടെ പൗരാണികർ. അന്ന് മതമില്ലായിരുന്നു നമ്മുടെ പൂർവ്വഋഷികൾക്ക്. അഗ്നിസാക്ഷിയായിട്ടാണ് വരിച്ചത്. സീത ചോദിക്കുന്നുണ്ടല്ലോ രാമനോട് പോലും, എന്നെ വരിച്ചില്ലേ, അഗ്നിസാക്ഷിയായി വരിച്ച് എന്നെ പിരിയാമോ രാമ എന്നല്ലേ ചോദിക്കുന്നത്. അപ്പോൾ അഗ്നിസാക്ഷി എന്നാണ് ഭാര്യയുടെ യഥാർത്ഥ ഗൃഹസ്ഥാശ്രമിക്കുക, തൻ്റെ ആ വീട്ടമ്മയുടെ പത്നിയുടെ പേര്. അഗ്നിഹോമങ്ങൾ ചെയ്യുന്നില്ല. ഇതിൻ്റെ ഫലം എന്താ? നമ്മൾ ഈ പുറമേ കാണുന്ന സ്ഥൂല പ്രകൃതി മാത്രമേ ഉള്ളെന്നുള്ള അഹംഭാര ഭാവമാണ് നമുക്ക്. സൂക്ഷ്മ ശരീരികൾ, ഇപ്പം പിന്നെ യക്ഷിക്കഥകളും ചാത്തൻ കഥകളും ഒക്കെ നിങ്ങൾക്ക് കേൾക്കാൻ വലിയ രസമാണ്. അത് ചതുരവടികൾ എല്ലാവരും പറയുന്നുണ്ട്. ശരി, അതായിക്കോട്ടെ. സൂക്ഷ്മ ശരീരികളായ ദേവന്മാർ നമ്മുടെ ഭവനത്തിൽ വരുന്നുണ്ട്. എല്ലാ ഭവനങ്ങളിലും വരുന്നുണ്ട്. അവരുടെ വരവങ്ങ് നിൽക്കും ഹോമം കിട്ടിയില്ലെങ്കിൽ. എന്നും നമ്മൾ ഒരാൾ വന്ന് നോക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാത്ത വീട്ടിലേക്ക് വരത്തില്ല, പക്ഷികൾ പോലും വരത്തില്ല. അത് വേറെ വിഷയം. അപ്പോൾ അഗ്നിഹോമം ചെയ്യുന്ന ഗണപതിക്കൊക്കെ കൊടുക്കുന്ന പോലെ തന്നെ യഥാർത്ഥ ഗൃഹസ്ഥൻ, അപ്പം ഞാൻ ബ്രാഹ്മണനാകാൻ പറ്റുമോ, ഞാൻ ജോലിക്ക് പോകണ്ടേ? അഗ്നിഹോമം ഏത് ഗൃഹസ്ഥനും ചെയ്യാമെന്ന് ഋഷി പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോഴത്തെ ഹൈന്ദവ ആചാരമല്ല ഞാൻ പറയുന്നത്, ഋഷി സംസ്കാരമാണ് പറയുന്നത്. ഉപനിഷത്തുകൾ പരിധി നോക്ക്, വേദം പരിധി നോക്ക്. ഗൃഹസ്ഥനായാൽ അഗ്നിഹോമം ചെയ്യണം, അഗ്നിക്ക് കൊടുക്കണം. അഗ്നിക്ക് കൊടുക്കുമ്പോൾ അഗ്നി അത് പ്രാണനിൽ കൊടുത്ത് ദേവന്മാരിലെത്തിക്കും. ആ വീട്ടിൽ ധനസമൃദ്ധി ഉണ്ടാകും, സന്തോഷം ഉണ്ടാകും, സന്തതികളുണ്ടാകും. വളരെ വിശാലമായ ഒരു വിഷയം ഞാൻ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ അതില്ല. രണ്ടാമത് ബ്രഹ്മയജ്ഞം എന്ന് പറയുന്നത് മഹർഷീശ്വരന്മാരുടെ പുരാണങ്ങൾ പഠിക്കുക, ഭഗവത്ഗീത പഠിക്കുക, ഭാഗവതം പഠിക്കുക, ഉപനിഷത്തുകൾ. പിന്നെ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ദിവസം എങ്ങനെയാണ് വേറെ ജോലിക്ക് പോകാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. 24 മണിക്കൂറിൽ മണിക്കൂർ പോലും നമ്മുടെ പുണ്യ പുരാണങ്ങൾ പഠിക്കാൻ ഇന്നത്തെ ഗൃഹസ്ഥന് നേരവും ഇല്ല, താല്പര്യവും ഇല്ല, ആർക്കും താല്പര്യമില്ല. അഥവാ ആരെങ്കിലും പറഞ്ഞാൽ ഒരു രാമായണം ഉണ്ടെന്ന് ചോദിച്ചാൽ ചിലപ്പം നമ്മുടെ ഷോക്കേസിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് രാമായണ മാസം ആചരിക്കാൻ ഒരുമ്പെട്ട് ഇറങ്ങുവാണെങ്കിൽ ഈ പൂർവികമായിരിക്കുന്ന ചില ഗ്രന്ഥങ്ങളും കൂടെ ഒന്ന് റെഫർ ചെയ്താൽ രക്ഷപ്പെടാമെന്ന് ഞാൻ അസന്നിഗ്ധമായിട്ട് പറയുക. എനിക്ക് കള്ളം പറയാനല്ല, ഒരു വാക്കേ ഉള്ളൂ, അറിഞ്ഞു വെച്ച സത്യം വരം ധീമക്കിന്ന്. ഇനി മൂന്നാമത് പിതൃയജ്ഞം. എവിടെ പിതൃ? അച്ഛൻ മരിച്ചുപോയി, അമ്മ മരിച്ചുപോയി, അപ്പൂപ്പൻ മരിച്ചുപോയി, പിന്നെ ഇവരെയൊക്കെ എവിടാ പോകുന്നത്? നാസ്തികവാദമാണ് ഇന്ന് കാണുന്നത്.
പക്ഷേ വാവ് കർക്കിടക വാവ് വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ ജലങ്ങൾ നോക്കി ജലസ്ഥാനങ്ങൾ പോയി ചെന്ന് പെട്ടെന്ന് മുങ്ങി കുളിച്ച് കുറച്ച് അരിയാൻ പൂവൊക്കെ ഏതെങ്കിലും തരുന്ന ആളിട്ട് ആ സമുദ്രത്തിൽ തന്നെ ഇട്ട് വെച്ചിട്ട് എല്ലാം ഈ പിതൃ എല്ലാം കൊടുത്തു, അച്ഛന് കൊടുത്തു. കിട്ടിയിട്ടില്ല, പിതൃക്കൾക്ക് കിട്ടുന്നില്ല ഈ പ്രവൃത്തി കൊണ്ട്. പിതൃയജ്ഞം എന്ന് പറയുമ്പോൾ 5-6 വായ്ക്കരി എടുത്ത് വെള്ളത്തിൽ കൊണ്ടിടുകയല്ല, നിഷ്ഠാപൂർവമായിട്ടുള്ള ഒരു നല്ല വ്രതനിഷ്ഠയോടുകൂടി വേണം ഒരു കൃത്യമായിട്ട് ആ പിതൃകർമ്മം ചെയ്യാനായിട്ട്. പിതൃകർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കൊണ്ട് കളയല്ല. പിന്നീട് സദ്യ കൊടുക്കണം സാധുക്കൾക്കും ഭിക്ഷക്കാർക്കും വേണ്ടപ്പെട്ടവർക്കും. ബലിയിട്ട് തിരിച്ചു വന്നാലേ ആ കർക്കിടക വാവ് ബലിയിടുന്ന ആഹാരം നല്ല സദ്യ കൊടുക്കണം. കാരണം എന്താ, ഈ പിതൃതന്മാത്രകൾ ഭൂമിയിലേക്ക് വരികയാണ് വർഷത്തിലൂടെ. അത് രാമായണത്തിലുണ്ട്, അത് പിന്നീട് പറഞ്ഞാൽ ഇപ്പം പറയാം. അവർക്ക് സന്തോഷം ഉണ്ടാക്കാനാണ് നല്ല ഈ ശുദ്ധകർമ്മം അവർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചെയ്യുന്നത്. അപ്പോൾ ആഹാരം കൊടുക്കാറില്ല. പിന്നെ ഇനി പിതൃയജ്ഞം എന്ന് പറഞ്ഞാൽ മരിച്ചുപോയവരുടെ ആൾക്കാർക്ക് മാത്രമല്ല, അച്ഛനമ്മ ആസ്ഥാനത്തുള്ളതാണ്, അമ്മുമ്മ ആസ്ഥാനത്തുള്ളതാണ്, വയസ്സായവരെല്ലാം ആസ്ഥാനത്തുള്ളതാണ്. കുടുംബത്തിലെ പ്രായമായവരെ നോക്കുക, വന്ധ്യവയോധികരെ നോക്കുക, നമ്മുടെ സമാജത്തിലെ വന്ധ്യവയോധികരെ നോക്കുക. ഇതുമെല്ലാം യജ്ഞധർമ്മം തന്നെയാണ്. നമ്മളിന്ന് വയസ്സന്മാരെ റോഡിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു ലിഫ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ ഒന്നും മിണ്ടാനോ നമുക്ക് നേരമില്ല. അവരുടെ കാലം കഴിഞ്ഞു, അല്ലെങ്കിൽ അവരെ ഒന്നിനും കൊള്ളാത്തവരെന്ന് പറഞ്ഞ് അവഗണിക്കുന്ന. പിന്നെ ഞാനത് പറയണ്ടല്ലോ, എല്ലാം എന്താ പറഞ്ഞു വിടുകയല്ലേ ചെയ്യുന്നത് വൃദ്ധസാധനത്തിലേക്ക്. നശിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സംസ്കാരം. അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന അടുത്ത തലമുറ മന്ദബുദ്ധികളാകുകയും, പിന്നെ ഇപ്പം നമ്മൾ പറയുന്നു ഈ കഞ്ചാവ് ഉപയോഗിക്കുന്നു ആധുനിക തലമുറ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു. എങ്ങനെ ഉപയോഗിക്കാതിരിക്കും? ദൈവാധീനം ഉണ്ടോ? അതിനിപ്പോൾ സന്യാസിമാരൊക്കെ ഇറങ്ങി യാത്ര ചെയ്യുന്നു. ആ യാത്ര കൊണ്ട് മാത്രം പോരാ, അടിസ്ഥാനപരമായിട്ട് ഗൃഹസ്ഥൻ ഹൈന്ദവാചാരം അനുസരിച്ച് ഇതുകൂടെ നടത്തുന്നുണ്ടോയെന്ന് നോക്കണം. ഓരോ പഞ്ചായത്തിലും ഇവരെന്തൊക്കെ ചെയ്യുന്നു എന്ന് അതിന് തക്കവണ്ണം ആരുണ്ട്? ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട്, പോലീസുകാരനെ കൊണ്ട് എടുത്തില്ല. ഗുരുസ്ഥാനീയർ വേണം.